എല്ലാവരും പറയുന്ന കാര്യമാണ് 2026 വെബ് ഡെവലപ്പേഴ്സിനെ AI മുഴുവനായി റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ മുഴുവനായി AI ഡെവലപ്പേഴ്സിനെ റീപ്ലേസ് ചെയ്യുകയല്ല, പകരം ബേസിക് സിൻടാക്സ് മാത്രം പഠിച്ച് AI ടൂളുകളായ ChatGPT, ജെമിനി എന്നിവയിൽ നിന്നും കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആവറേജ് ഡെവലപ്പേഴ്സിനെ എന്തായാലും AI റീപ്ലേസ് ചെയ്യും. AI വരുന്നതിന് മുമ്പും ഡെവലപ്പേഴ്സ് സ്റ്റാക്ക് ഓവർഫ്ലോ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള വെബ്സൈറ്റുകളെയാണ് ഒരു എക്സ്ട്രാ സോഴ്സായി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്നത് മുഴുവനായി AI ഏറ്റെടുത്തു. അത്രമാത്രമാണ് വ്യത്യാസം വരുന്നത്. പണ്ട് എന്തിനും ഏതിനും ഗൂഗിളിനെ ഉപയോഗിക്കുക എന്നതിൽ നിന്നും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ChatGPT, ജെമിനി പോലെയുള്ള ടൂളുകളിലേക്കാണ്. 2026 AI ഡെവ്സ്റ്റാക്കിന്റെ ഒരു ഭാഗം കൂടിയാണ്. UI ഡെവലപ്പ് ചെയ്യാനും ടെസ്റ്റ് കേസുകൾ എഴുതാനും കോഡ് റീഫാക്ടർ ചെയ്യാനുമെല്ലാം ഇന്ന് AI ഉപയോഗിക്കുന്നുണ്ട്. GitHub Copilot, ക്ലോഡ്, ജെമിനി ഇവയൊക്കെ ഇപ്പോൾ കോഡ് സജഷൻസിനും ഓട്ടോമേഷൻ ഇന്റഗ്രേഷനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആസ്ട്രോ, ക്വിക്ക് പോലെയുള്ള സീറോ റൺ ടൈം ഫ്രെയിംവർക്കുകൾ യൂസ് ചെയ്ത് വെബ്സൈറ്റ് കൂടുതൽ ഡൈനാമിക്കും ഐലൻഡ് ആർക്കിടെക്ചർ വഴി ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഹൈഡ്രേറ്റ് ചെയ്ത് സൈറ്റ് കൂടുതൽ പവർഫുൾ ആക്കാനും കഴിയും. AI ഉപയോഗിച്ച് കോഡ് എഴുതാനും ബഗ് ഫിക്സ് ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ ഒരു സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതിന്റെ ആർക്കിടെക്ചർ എങ്ങനെ വേണം എന്നൊക്കെ ഇപ്പോഴും തീരുമാനിക്കുന്നത് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം അല്ല. ചുരുക്കത്തിൽ AIയെ ഭയപ്പെടുകയല്ല വേണ്ടത്, അതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ഒരു ഡെവലപ്പറിന്റെ ജോലി എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്.